Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, മിസ്സിന്റെ പേര് ആതിര എന്നാണ്. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് കുറച്ച് ദിവസമായല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട്? കുറച്ച് ദിവസമായില്ലേ? എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, ശരി. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ഓരോ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഫസ്റ്റ് മോഡ്യൂളിൽ ഓരോ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ മിസ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 4 ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. കേട്ടോ, 4th ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. കേട്ടോ, ഓക്കെ. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടില്ലേ? പല പല ഹോസ്പിറ്റലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എല്ലാ ഹോസ്പിറ്റലും ഒരുപോലെയാണോ? ഒരുപോലെയാണോ? ആണോ? വ്യത്യസ്തമാണ് അല്ലെ? പല കാര്യങ്ങളാലും അവ വ്യത്യസ്തമാണ്. പല ഡിഫറൻസുകൾ അവ തമ്മിൽ കാണാൻ പറ്റില്ലേ? എല്ലാ ഹോസ്പിറ്റലും ഒരേപോലെയുള്ള രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ആയിരിക്കില്ല അല്ലെ? അപ്പൊ അതിന് അവർക്ക് ഓരോ സ്ഥാപനങ്ങളിൽ ഓരോ ഹോസ്പിറ്റലുകൾക്കും അവരുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തില് ഹോസ്പിറ്റലിൽ പല തരത്തിലുണ്ട്. അപ്പൊ അത്തരത്തിൽ ഹോസ്പിറ്റലിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ ബേസിസിലാണ് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ വർഗീകരണം നടത്താൻ, തരംതിരിക്കാൻ സാധിക്കുക, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ട് പഠിക്കുന്നത്. ആ ഹെഡിങ് വെച്ച് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലുകളുടെ വർഗീകരണം അല്ലെങ്കിൽ തരംതിരിക്കുക. അപ്പോ നോക്കിയേ, ഫസ്റ്റ് സെന്റൻസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് there are different types of hospital and each type has its own characteristics, strength and limitation. ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഈ ഹോസ്പിറ്റലുകളെല്ലാം വളരെ ഡിഫറെന്റ് ടൈപ്സ് ആണ് അല്ലെ? പല തരത്തിലുള്ളവയാണ് അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ളവയാണ്. അപ്പൊ അവയ്ക്കൊക്കെ ഓരോന്നിനും അവരുടേതായിട്ടുള്ള സവിശേഷതകളുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികളുണ്ട് ഇല്ലേ? So owing to variation in its type, it is necessary to classify to understand its type. അപ്പൊ ഇതിന്റെ ഇത്തരത്തിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഇത് ഏത് ടൈപ്പ് ആണെന്ന് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ അത് തരംതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമുക്കൊരു ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ ഇത് ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈ ഡൗൺ ദ ഫോളോയിങ് ബേസിസ്. താഴെ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണയായി നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് സൈസ്. ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തൂടെ? ചെയ്യാമോ? നമ്മൾ പറയാറില്ലേ അതൊരു ചെറിയ ഹോസ്പിറ്റലാണ്, ഒരു വലിയ ഹോസ്പിറ്റലാണ്, പറയാറില്ലേ? പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിന്റെ സൈസിനെ അടിസ്ഥാനമാക്കി, വലിപ്പത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്തേത് ലെവൽ ഓഫ് കെയർ. അവർ തരുന്ന പരിചരണത്തിന്റെ നില എങ്ങനെയാണ്? ഒരു ബേസിക് ലെവൽ കെയർ ആണോ തരുന്നത്, അല്ലെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ കെയർ ആണോ തരുന്നത്? അതിനനുസൃതമായി നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തൂടെ? ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ അങ്ങനെ നോക്കിയിട്ടെങ്കിൽ തന്നെയല്ലേ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, ശരിയല്ലേ? അപ്പൊ രണ്ടാമത്തെ ബേസിസ് എന്ന് പറയുന്നത് ലെവൽ ഓഫ് കെയർ. ഹോസ്പിറ്റലിലെ നമുക്ക് തരുന്ന പരിചരണത്തിന്റെ നില അല്ലെങ്കിൽ നിലവാരം എങ്ങനെയാണ്, അതിനനുസൃതമായി. മൂന്നാമത്തത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി. എന്തായിരിക്കും? ചികിത്സാപരമായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാറുണ്ടോ? ചില ഹോസ്പിറ്റലിൽ നമ്മൾ പറയില്ലേ ഇന്ന അവിടുത്തെ ആ ഒരു ഏരിയ ആണ് അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടിരിക്കുന്നത്, അപ്പൊ അവിടെ പോയി നല്ല ട്രീറ്റ്മെന്റ് കിട്ടും, പറയാറില്ലേ? പല പല കാര്യങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടോ? മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട്, ഗൈനോയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്രസവവുമായി ബന്ധപ്പെട്ടൊക്കെ സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലുകളുണ്ട് ഇല്ലേ? അപ്പൊ കൂടുതൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളുള്ള പേഷ്യൻസ് ആ ഹോസ്പിറ്റലുകളിലായിരിക്കും കൂടുതൽ എന്ത് ചെയ്യാം, ഡിപ്പെൻഡ് ചെയ്യാം അല്ലെ? അതുപോലെ തന്നെ ഓർത്തോ വിഭാഗങ്ങൾ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാകും.
ഇല്ലേ? കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷൻസ് നടത്തുന്ന കൂടുതൽ സർജറീസും കാര്യങ്ങളിലൊക്കെ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് അഡ്വാൻസ്ഡ് പ്രൊസീജിയേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവും, ഇല്ലേ? അപ്പൊ അത്തരത്തില് ഓരോ ഹോസ്പിറ്റലിലും അവര് തരുന്ന സ്പെഷ്യാലിറ്റി സർവീസുകൾ ഏതാണ്, ചികിത്സാപരമായ സ്പെഷ്യാലിറ്റീസ് ഏതാണ്, അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പറ്റില്ലേ? പറ്റുമോ? പറ്റും അല്ലെ? അടുത്തതാണ് ഓണർഷിപ്പ്. ഉടമസ്ഥാവകാശത്തിനനുസരിച്ച് ഹോസ്പിറ്റൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? എങ്ങനെ പറ്റും? ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ട് എന്താ പറയാ? നമ്മൾ പറയാറുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ്, അല്ലെ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ് പറയാറുണ്ടോ? പബ്ലിക് ഹോസ്പിറ്റൽ ആണ് പറയാറുണ്ടോ? പറയാറില്ലേ? അപ്പൊ അങ്ങനെ ഉടമസ്ഥാവകാശത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം, അല്ലെ? അടുത്തതാണ് സിസ്റ്റം ഓഫ് മെഡിസിൻ. അവിടെ പാലിക്കുന്ന ചികിത്സാ സമ്പ്രദായം, വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്? ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഏതൊക്കെ യൂസ് ചെയ്യാറുണ്ട്? ഏതൊക്കെയാണ്? ഹോമിയോപ്പതി, ആയുർവേദ, അലോപ്പതി കേട്ടിട്ടില്ലേ? യുനാനി, സിദ്ധ, അങ്ങനെ പലതരത്തിലുള്ള വൈദ്യ സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്, അല്ലെ? അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തൂടെ? ചെയ്യാലോ. ആയുർവേദിക് ഹോസ്പിറ്റലുകളായിട്ട് നമ്മൾ പോവാറുണ്ട്, ഇല്ലേ? അലോപ്പതിക് ഹോസ്പിറ്റലിൽ പോവാറുണ്ട്, ഹോമിയോപ്പതിക് ഹോസ്പിറ്റലിൽ പോവാറില്ലേ? അപ്പൊ അത്തരത്തിലും നമുക്ക് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. അടുത്തതാണ് ലാസ്റ്റ് വൺ ആണ് ലെങ്ത് ഓഫ് സ്റ്റേ. ഹോസ്പിറ്റലിലെ ആ ഒരു താമസത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ച് എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ചില ഹോസ്പിറ്റലില് അങ്ങനെ ട്രീറ്റ്മെന്റ് ചിലപ്പോ ആ ഒരു ഔട്ട് പേഷ്യന്റ് ബേസിസിലായിരിക്കും തരിക, ശരിയല്ലേ? പ്രൈമറി ഹെൽത്ത് സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല, അല്ലേ? ചിലപ്പോ ആ ഒരു ദിവസം ചിലപ്പോ ആ ഒരു കാഷ്വാലിറ്റിയിലുള്ള പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ബേസിസും കാര്യങ്ങളെ തരുള്ളൂ, ശരിയല്ലേ? ചില ഹോസ്പിറ്റലിൽ നമുക്ക് ഒത്തിരി ദിവസം അല്ലെങ്കിൽ ചിലപ്പോ 10 20 അല്ലെങ്കിൽ ഒരു മാസമോ നമുക്ക് വേണമെങ്കിൽ താമസിച്ച് ഉള്ള അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി തരുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ മെന്റൽ ഹോസ്പിറ്റലുകൾ പോലെയുള്ളവയ്ക്ക് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് പോലെയുള്ളവയ്ക്ക് കുറെ നാളുകൾ ചിലപ്പോ മാസങ്ങളോ വർഷങ്ങളോളം സ്റ്റേ ചെയ്യുന്നവരുണ്ട്, ഇല്ലേ? അത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ ചിലപ്പോ ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും ചിലപ്പോ അവർക്ക് സുഖാവണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ച് വർഷങ്ങളോളം താമസിക്കാനുള്ള രീതിയിൽ വരെയും ആ സ്റ്റേ വരെയും പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ടോ? അപ്പൊ അത്തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അല്ലെ? അപ്പൊ ഇത്രയും എന്താണ് ഒരു ഹോസ്പിറ്റലിനെ സാധാരണയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനങ്ങളാണ് നമ്മൾ താഴെ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു? ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഹോസ്പിറ്റലാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അപ്പൊ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികളും ഉണ്ടായിരിക്കും. അപ്പൊ എപ്പോഴും ഇതിന്റെ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഏത് ടൈപ്പിലുള്ളതാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഹോസ്പിറ്റൽ ആണെന്ന് അറിയണമെങ്കിൽ അത് വ്യക്തമായ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബേസിസിൽ തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? തരംതിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ആ ഹോസ്പിറ്റലിനെ എന്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാന്ന് പഠിച്ചേ? ഫസ്റ്റ് വൺ പറഞ്ഞത് സൈസ്, അല്ലെ? വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. സെക്കൻഡ് വൺ പറഞ്ഞത് ലെവൽ ഓഫ് കെയർ, അല്ലെ? അവർ കൊടുക്കുന്ന പരിചരണ തലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. തേർഡ് വൺ പറഞ്ഞത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി, അവരുടെ ചികിത്സാപരമായ സ്പെഷ്യാലിറ്റീസ് ഏതാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന്റെ ബേസിസിൽ തരംതിരിക്കാം. അടുത്തത് ഓണർഷിപ്പ്, ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് തരംതിരിക്കാം. സിസ്റ്റം ഓഫ് മെഡിസിൻ, അവർ പ്രയോഗിക്കുന്ന അവിടുത്തെ വൈദ്യ സമ്പ്രദായം ഏതാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസൃതമായി നമുക്ക് തരംതിരിക്കാം. നെക്സ്റ്റ് വൺ ആണ് ലെങ്ത് ഓഫ് സ്റ്റേ, നമ്മുടെ ആ ഒരു താമസത്തിന്റെ ദൈർഘ്യത്തിനനുസരിച്ചും നമുക്ക് ഹോസ്പിറ്റലിനെ തരംതിരിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മള് ഈ പറഞ്ഞ ഓരോന്നിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാ? എന്തിന്റെ ബേസിസിൽ ആദ്യം നമ്മൾ പറഞ്ഞേ? ഹോസ്പിറ്റലിലെ എന്തിന്റെ ബേസിസിലാ ഫസ്റ്റ് നമ്മൾ തരംതിരിക്കാന്ന് പറഞ്ഞത്? ഏതാ? സൈസ്, അല്ലെ? വലിപ്പത്തിന് അടിസ്ഥാനമായി. ഈ പോയിന്റുകൾ തന്നെയാണ് കേട്ടോ ഇനി നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ സൈസിനെ അടിസ്ഥാനമാക്കി, സൈസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിലെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മെഷർ ചെയ്ത് അത് കണ്ടുപിടിക്കുക?
ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ വലുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. ബിൽഡിങ്ങിന്റെ വലുപ്പമാണോ ഉദ്ദേശിക്കുന്നത്? ആണോ? അല്ല കേട്ടോ. ബിൽഡിങ്ങിന്റെ നമ്മൾ സാധാരണ പറയുന്നതാണ് അല്ലെ, വലിയ ഹോസ്പിറ്റലാണ് ചെറിയ ഹോസ്പിറ്റലാണെന്നത് നമ്മൾ സൈസ് നോക്കി സാധാരണ നമ്മൾ പറയുന്ന കാര്യം. പക്ഷെ ശരിക്കും ഒരു ഹോസ്പിറ്റലിന്റെ സൈസ് എന്ന് പറയുമ്പോൾ that generally measured by the number of inpatient beds it offers. ഒരു സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്ന ഇൻപേഷ്യന്റ് ബെഡുകളുടെ എണ്ണത്തിന്റെ മെഷർമെന്റ് എടുത്താണ് നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ സൈസ് നിർണ്ണയിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ചോദിക്കാറുണ്ട് ഔട്ട് പേഷ്യന്റ്, ഇപ്പൊ ഇൻപേഷ്യന്റ് ബെഡുകളുടെ കേട്ടോ, ഇൻപേഷ്യന്റ് ആ ഹോസ്പിറ്റൽ എത്ര ഇൻപേഷ്യന്റ് ബെഡ് ആണോ ഓഫർ ചെയ്യുന്നത്, വാഗ്ദാനം ചെയ്യുന്നത്, ആ ഇൻപേഷ്യന്റ് ബെഡ്, ഇൻപേഷ്യന്റ് എന്നറിയാലോ അല്ലെ, ഇൻപേഷ്യൻസ് ഔട്ട് പേഷ്യൻസ് ഒക്കെ ആരാ ഇൻപേഷ്യൻസ്? പിടിച്ചോ? ഇൻപേഷ്യൻസ് ആരാ? എന്താണ് റിപ്ലൈ ഇല്ലാത്തെ? പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് അറിയാവുന്നത് എന്താണ്, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അറിയാവുന്നത് എന്താന്ന് വെച്ചാൽ ഒന്ന് പറയുക, റിപ്ലൈ ചെയ്യുക, എന്നാലല്ലേ നമുക്ക് ക്ലാസ് നല്ലോണം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആരാണ് ഇൻപേഷ്യൻസ്? അഡ്മിറ്റ് ആയ പേഷ്യൻസ് അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യൻസോ? ഔട്ട് പേഷ്യൻസോ? നമ്മൾ ഔട്ട് പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോവാറില്ലേ? പോവാറുണ്ടോ? ഓവർനൈറ്റ് കെയർ സ്വീകരിക്കാത്ത നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, തിരികെ പോരും. അത്തരത്തിലുള്ളവരാണ് ഔട്ട് പേഷ്യൻസ്. അതേസമയം അവിടെ അഡ്മിറ്റ് ആയാൽ അവർ ഇൻപേഷ്യന്റ് ആയി മാറി. ക്ലിയർ ആയോ എന്റെ ഡിഫറൻസ്? മനസ്സിലായോ? ഇനി നമ്മുടെ ഓരോ ചാപ്റ്ററുകളിലും ഈ ഒരു ടേം കടന്നു വരും കേട്ടോ. ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറയുന്നതൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്തരത്തില് അറിയാത്ത ടേംസ് ഉണ്ട്, മിസ് എനിക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ എടുക്കുന്ന ടീച്ചേഴ്സിനോട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇൻപേഷ്യന്റ് അറിയില്ല, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേം പറയുമ്പോൾ അത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പരിചയമില്ലാത്ത മെഡിക്കൽ ടേംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാത്തിലും അറിവുണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ പുതിയതായിട്ടൊക്കെ കേൾക്കുന്നതാണെങ്കിൽ അത് എന്താണെന്നും കൂടി പറഞ്ഞു തരൂ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ ഈ ടീച്ചേഴ്സ് എല്ലാവരും നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ അറിവൊന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് അങ്ങനെ അറിയാത്തവരുണ്ട്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. അതിന് മടിയൊന്നും വിചാരിക്കണ്ട അല്ലെ, നമ്മൾ ചോദിച്ചാണ് പഠിക്കുന്നതല്ല, ശരിയല്ലേ? അപ്പൊ അങ്ങനെ മടിയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പൊ ആദ്യത്തെ കുറച്ച് ഭാഗത്തെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുള്ളൂ, അല്ലെങ്കിൽ അറിയാത്ത ടേംസ് ഉണ്ടാവും. ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ ടേംസുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിക്കോളും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് മോഡ്യൂളൊക്കെ വരുമ്പോൾ ഇത് ഇന്നതാണല്ലോ എന്ന് വേഗം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോളൂ. ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിന് പുതിയതായിട്ട് പഠിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം പരിചയം ആയിക്കോളൂ കേട്ടോ. അതിനുശേഷം പിന്നെ ആ ഒരു ഡൗട്ടോ കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കുറെ ടേംസിൽ നിങ്ങൾ ഓൾറെഡി എന്തായിരിക്കും അറിവുള്ളവരായിട്ട് മാറിക്കോളും. ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് പുതിയതായിട്ട് തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റലിലെ സൈസ് എന്ന് പറയുന്നത് എന്തിലാ മെഷർ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞേ? എന്തിലാ മെഷർ ചെയ്യുന്നത്? സൈസിനെ എന്തടിസ്ഥാനമാക്കി നമ്മൾ സൈസിനെ വെച്ചിട്ട് മെഷർ ചെയ്യാം? എന്തിനെ അടിസ്ഥാനമാക്കിയ? ആ ഒരു സ്ഥാപനം, ആ ഒരു ഹോസ്പിറ്റല് ഓഫർ ചെയ്യുന്ന ഇൻപേഷ്യന്റ് ബെഡുകളുടെ നമ്പറിനെ വെച്ചിട്ട് കേട്ടോ. ആ ഇൻപേഷ്യന്റ് ബെഡുകളുടെ നമ്പറിനെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ നമ്പർ മെഷർ ചെയ്തിട്ടാണ് നമ്മളത് ഏത് തരത്തിലുള്ള, ഏത് സൈസിലുള്ള ഹോസ്പിറ്റലാണെന്ന് നിശ്ചയിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. സൈസ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ജനറലി മെഷർഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡ്സ് ഇറ്റ് ഓഫേഴ്സ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ്. സൈസിനെ അടിസ്ഥാനമാക്കി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് എ ലാർജ് ഹോസ്പിറ്റൽ. അപ്പൊ ആ ഒരു സൈസിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് മൂന്നായിട്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിട്ടാ? സ്മോൾ ഹോസ്പിറ്റൽ ഒന്നാമത്തതാണ് സ്മോൾ ഹോസ്പിറ്റൽ, സെക്കൻഡ് വൺ ആണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, തേർഡ് വൺ ആണ് ലാർജ് ഹോസ്പിറ്റൽ. ക്ലിയർ ആണല്ലോ? ഇവിടെ വരെ ഓക്കെ അല്ലേ? അപ്പൊ ഹോസ്പിറ്റലിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാ നമ്മൾ മെഷർ ചെയ്യുന്നേ? അവർ ഓഫർ ചെയ്യുന്ന ഇൻപേഷ്യന്റ് ബെഡുകളുടെ എണ്ണത്തിനെ മെഷർ ചെയ്തുകൊണ്ട്. അത് ക്ലിയർ അല്ലേ?
അപ്പൊ ഇത്തരത്തില് ഹോസ്പിറ്റൽസിനെ നമുക്ക് മൂന്നായിട്ട് സൈസിനെ അടിസ്ഥാനമാക്കി മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് സ്മോൾ ഹോസ്പിറ്റൽ, സെക്കൻഡ് വൺ ആണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, തേർഡ് വൺ ആണ് ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ, അതില് ഫസ്റ്റ് വൺ നമ്മൾ നോക്കാണ് സ്മോൾ ഹോസ്പിറ്റൽ, ചെറിയ ആശുപത്രി നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മൂന്നിലും നമ്മളൊരു ബെഡിന്റെ ഒരു റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഒരു സ്മോൾ ഹോസ്പിറ്റൽ എത്രയാണ് അവിടുത്തെ അപ്രോക്സിമേറ്റ്ലി ഒരു ഏകദേശ കണക്കാ പറയുന്നത്. ബെഡ് റേഞ്ച് എത്രയാണ്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എത്രയാണ്, ലാർജ് ഹോസ്പിറ്റൽ എത്രയാണ്. അത് പഠിച്ചു വെച്ചില്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങളത് പഠിക്കുമ്പോ മനസ്സിലാവും, ആ നമ്പേഴ്സ് തമ്മിൽ മാറിപ്പോയി. മനസ്സിലാവുന്നോ? നമ്പേഴ്സ് തമ്മിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇതിലെല്ലാം കാണുമ്പോൾ സെയിം ആയിട്ടുള്ള പോലെ നിങ്ങൾക്ക് തോന്നാം. അപ്പൊ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചു വെച്ചില്ലെങ്കിലും മാറിപ്പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ സ്മോൾ ഹോസ്പിറ്റൽ ഇത്രയാണ്, അതൊന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരില്ല അവിടെ. അതൊന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പൊ നോക്കിയേ, സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ദ ഹോസ്പിറ്റൽ വിത്ത് അപ്രോക്സിമേറ്റ്ലി 30 or less beds are generally recognized as small hospital. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. എത്രയാണ് അപ്പൊ സ്മോൾ ഹോസ്പിറ്റലിന്റെ ബെഡ് സൈസ് എന്ന് പറയുന്നത്? അപ്രോക്സിമേറ്റ്ലി എത്രത്തോളം ബെഡുകൾ ഉണ്ടാവാം? 30ഓ അതിൽ കുറവോ കേട്ടോ. 30 ബെഡോ അതിൽ കുറവോ ആണെങ്കിൽ, 30 ബെഡ് വരെയാണ് മാക്സിമം, അതിൽ കുറവാണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിനെ എന്തായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് കാറ്റഗറി ആയിട്ടാണ് അംഗീകരിക്കുന്നത്? ഏത് ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ ആയിട്ട് അംഗീകരിക്കുന്നത്? സ്മോൾ ഹോസ്പിറ്റൽ അല്ലെ, സ്മോൾ ഹോസ്പിറ്റൽ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. സ്മോൾ ഹോസ്പിറ്റലിൽ എപ്പോഴും എത്രത്തോളം ബെഡ് ഉണ്ട്? എത്ര ബെഡ് ഉണ്ടാവും? അപ്രോക്സിമേറ്റ്ലി 30 or less ബെഡ്സ് ആയിരിക്കും. അത് എപ്പോഴും മനസ്സിലുണ്ടാവണേ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുകയും വേണം കേട്ടോ. Okay, അല്ലേ? Then small hospital have limited resources and do not offer highly end care. നമുക്കറിയാം, ഒരു സ്മോൾ ഹോസ്പിറ്റൽ ആകുമ്പോൾ വളരെ കുറവ് ബെഡുള്ളൂ അല്ലെ. അതിനനുസരിച്ച് അവർ തരുന്ന സർവീസുകളും അതേ രീതിയിലായിരിക്കില്ലേ? ആയിരിക്കില്ലേ? ചെറിയ ഹോസ്പിറ്റലിൽ വലിയ രീതിയിലുള്ള സർവീസുകൾ അവർക്ക് തരാൻ പറ്റുമോ? അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവോ? ഉണ്ടാവോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളേ ഉള്ളൂ. ശരിയല്ല, പരിമിതമായിട്ടുള്ള വിഭവങ്ങളേ ഉള്ളൂ. സ്റ്റാഫുകൾ കുറവായിരിക്കും, എക്യുപ്മെന്റുകൾ കുറവായിരിക്കും, സ്പേസ് കുറവായിരിക്കും, എല്ലാം ലിമിറ്റഡ് ആണ് അല്ലെ. ഒരു പരിമിതി ഉണ്ട് അവിടെ, ഒരു പരിധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു വൈദ്യ പരിചരണം ഇവർക്ക് വാഗ്ദാനം ചെയ്യാൻ സാധിക്കില്ല. Majority of the hospital in India are small hospital, especially in some urban and rural areas. ഒരു അർബൻ ഏരിയ, നഗരപ്രദേശത്തേക്ക് ചെന്നാൽ ഇത്തരത്തിലുള്ള ചെറിയ ആശുപത്രികൾ നമ്മൾ അത് പൊതുവെ കാണാറില്ല. ശരിയല്ലേ? അതേസമയം നഗരപ്രദേശങ്ങളിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വിട്ടുമാറി സബ് അർബൻ ഏരിയാസില് അല്ലെങ്കിൽ ഒരു റൂറൽ ഏരിയ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ഈ സ്മോൾ ഹോസ്പിറ്റലുകൾ കാണുന്നത്. ശരിയല്ലേ? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളത് വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള വലിയ ഹോസ്പിറ്റലുകളൊക്കെയാണോ? അല്ല, സാധാരണ ഇത്തരത്തിലുള്ള ചെറിയ ആശുപത്രികളാണ് നമ്മൾ കൂടുതൽ കാണുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും ഒരു അർബൻ ഏരിയ, ഒരു നഗരപ്രദേശത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നഗരപ്രദേശങ്ങളിലേക്കാണ് സബ് അർബൻ ഏരിയാസിൽ അല്ലെങ്കിൽ നഗരത്തിൽ നിന്ന് കുറച്ച് വിട്ടുമാറി അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെയെല്ലാം കൂടുതൽ കാണുന്നത് ഇത്തരത്തിലുള്ള സ്മോൾ ഹോസ്പിറ്റലുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെജോറിറ്റി ഓഫ് ഹോസ്പിറ്റൽ, ഇന്ത്യയിലെ മെജോറിറ്റി ഹോസ്പിറ്റലും ഇത്തരത്തിലുള്ള സ്മോൾ ഹോസ്പിറ്റലുകളാണെന്ന് പറയുന്നത്. Then അടുത്തത് പറയുന്നത്, it is a common practice in small hospital to outsource various services such as laboratory, radiology and pharmacy. ഇവിടെ ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ പിന്നെ പഠിക്കട്ടോ. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തു കൊടുത്ത് നമ്മൾ സർവീസുകൾ ചെയ്യും. അതായത് ഇപ്പൊ നമ്മളൊരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയിട്ടുണ്ടോ? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ ചിലപ്പോ ഒരു ലബോറട്ടറി ഒന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ. അതുപോലെ നമുക്കൊരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണമെന്നില്ല. എക്സ്റേയോ സ്കാനിങ്ങോ എടുക്കാൻ ചിലപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് എന്താ ഒരു പറയാം, നമ്മളോട് എന്താ പറയാ? ഒരു സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. എന്താ നമ്മളോട് പറയാം? എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അത് പറ.
അങ്ങനെ നമ്മളൊന്നും ഒരിക്കലും ബൈഹാർട്ട് ചെയ്യേണ്ട മക്കളെ. എന്താണെങ്കിലും നമ്മളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും മറന്നുപോയില്ല. പുറത്ത് നിന്ന് ചെയ്യാൻ പറയും അല്ലെ, പുറത്ത് പോയി ചെയ്യാൻ പറയും, എഴുതി തരും നമുക്ക്, തരില്ലേ? ഇന്ന പോയി പുറത്ത് പോയി ഇന്നവിടുത്തെ ലാബിൽ പോയി ചെയ്തിട്ട് വാ, അല്ലെങ്കിൽ ഇന്ന എക്സ്റേ ഇന്ന സ്കാനിങ് ഇന്ന സ്ഥലത്തുണ്ട് അവിടെ പോയി ചെയ്തിട്ട് വാ അല്ലെ പറയാ. അല്ലെങ്കിൽ മെഡിസിൻസ് ചിലപ്പോൾ അവരുടെ ഫാർമസിയിൽ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എഴുതി തരും, പുറത്തു നിന്ന് മരുന്ന് വാങ്ങിക്കാൻ എഴുതി തരും, തരാറില്ലേ? അതിനെയാണ് ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, അവിടെ ആ സർവീസ് ഇല്ല, പുറമേ കൊടുത്ത് ചെയ്യിക്കുന്നു, അത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ചില സ്ഥാപനങ്ങളില് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല, ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, പുറത്തെ ഏജൻസികളുമായിട്ട് ഒരു കോൺട്രാക്ട് വെച്ച് അവരുടെ സഹായത്തോടു കൂടി ചെയ്യും. അതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരുപാട് ജഗത്തൊന്നും പോകണ്ട, അത് സിമ്പിൾ ആയിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കി വെച്ച് കവർ ചെയ്ത് ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറമേ കൊടുത്തിരിക്കും. അപ്പൊ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള സ്മോൾ ഹോസ്പിറ്റലിൽ സാധാരണ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഒരു ലബോറട്ടറി സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവും, ലാബുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ആയിരിക്കാം, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എക്സ്റേയോ സ്കാനിങ്ങോ മുതലായിട്ടുള്ള എന്തെങ്കിലും ചെയ്യേണ്ടതായിരിക്കാം, ഫാർമസിയുമായി ബന്ധപ്പെട്ട മരുന്നുകൾ കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറമേ കൊടുത്ത് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഔട്ട്സോഴ്സിങ് എപ്പോഴും കാണാറില്ലേ? നമ്മളും അത് ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെ, നമ്മളോടും ഇതൊക്കെ പറയാറുണ്ട്, ശരിയല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അതിലേക്ക് ചെയ്യാൻ പറ്റാത്തത്? കാരണം അവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്ന പരിമിതി ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ. ഫെസിലിറ്റികളിൽ പരിമിതിയുണ്ട്, സ്ഥലപരിമിതിയുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ബാക്കിയുള്ളവ അവർ എന്ത് ചെയ്യും, ഔട്ട്സോഴ്സിംഗിലൂടെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എമർജൻസി കെയർ, intensive care and surgical care facilities are usually at a very basic level in small hospital. ചെറിയ ആശുപത്രികളൊക്കെ ആകുന്നുണ്ട്, ഒരു എമർജൻസി കെയർ ആയിക്കോട്ടെ, ഒരു വളരെ അത്യാഹിതമായിട്ടുള്ള ഒരു വിഭാഗങ്ങളുണ്ട്. എമർജൻസി കെയറുകൾ മിക്ക എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ, തീവ്രപരിചരണം അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സർജിക്കൽ കെയറുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഫെസിലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു സ്മോൾ ഹോസ്പിറ്റൽ വളരെ ബേസിക് ലെവലേ ഉണ്ടാവുള്ളൂ അല്ലെ. വളരെ അടിസ്ഥാന തലത്തിൽ മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഒരു സ്മോൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് പറഞ്ഞേ. ആ ഹോസ്പിറ്റൽ സ്മോൾ സൈസ് ഹോസ്പിറ്റൽ എല്ലാം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അവിടെ ആ ഒരു ബെഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അതിന്റെ റേഞ്ച് എത്രയായിരിക്കും പറഞ്ഞേ? ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോയിക്കേ. അപ്രോക്സിമേറ്റ്ലി 30 or less ബെഡ് ആയിരിക്കും അല്ലെ. ഇനി അതുപോലെ തന്നെ സ്മോൾ ഹോസ്പിറ്റല് വലിയ രീതിയിലുള്ള പേഷ്യന്റ് കെയർ ഓഫർ ചെയ്യാൻ പറ്റുമോ അവർക്ക്? പറ്റുമോ? ഇല്ല അല്ലെ. കാരണം എന്തുകൊണ്ടാ, അവിടെ ലിമിറ്റഡ് റിസോഴ്സ് ആണുള്ളത്, വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും കൂടുതൽ നമ്മുടെ ഇന്ത്യയില് ഇത്തരത്തിലുള്ള സ്മോൾ ഹോസ്പിറ്റലാണ് കാണുന്നത്. ഏത് ഏരിയാസില്? സബ് അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിനെയും വെച്ചു. അതുപോലെ തന്നെ ഈ സ്മോൾ ഹോസ്പിറ്റലിലെ ഒരു കോമൺ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു രീതിയാണ് എന്ത് ചെയ്യാം, ഔട്ട്സോഴ്സ് ചെയ്യാനുള്ളത്. ഇത് ലബോറട്ടറി ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, ഫാർമസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ളത് കോമൺ ആയിട്ടുള്ള രീതിയാണ്. അതോടൊപ്പം തന്നെ സ്മോൾ ഹോസ്പിറ്റലുകളാവുമ്പോൾ അവരുടെ എമർജൻസി കെയർ ആയിക്കോട്ടെ, ഇന്റൻസീവ് കെയർ, തീവ്ര പരിചരണങ്ങളായിക്കോട്ടെ, ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം വളരെ അടിസ്ഥാന തലത്തിൽ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? സ്മോൾ ഹോസ്പിറ്റൽ എന്താന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്തത് പറയാലോ അല്ലേ? നെക്സ്റ്റ് പറയാലോ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സ്മോളിന്റെ അത്രയും ചെറുതല്ല അല്ലെ, എന്നാൽ ലാർജും അല്ല, ഇതിനിടയിൽ നിൽക്കുന്നതാണ്. ശരിയല്ലേ? സ്മോൾ ഹോസ്പിറ്റലും ആകൂല, ലാർജ് ഹോസ്പിറ്റലിലേക്കും എത്തുന്നില്ല. ഇതിനിടയിൽ നിൽക്കുന്ന ഹോസ്പിറ്റലാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ. അതിന്റെ റേഞ്ച് നോക്കിയേ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ typically having 30 to 100 beds are also very popular in India. ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. നമ്മൾ സാധാരണയായിട്ട് പോവാറുള്ളതും കൂടുതൽ പോകുന്നതും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആയിരിക്കില്ലേ? ആണോ? അല്ലേ? നിങ്ങൾ കൂടുതലും പോകുന്നത് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ ആവുമല്ലോ അല്ലേ? അതെ.
അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളവയാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അതിന്റെ റേഞ്ച് എത്രയാണ്? ടിപ്പിക്കലി ഹാവിംഗ് 30 to 100, 30 മുതൽ 100 വരെ കേട്ടോ, ആ ഒരു റേഞ്ച്. അപ്പൊ നമ്മൾ 30 അതിൽ താഴെയാണെങ്കിൽ ഏതാ പറഞ്ഞത്? ഏതായിരുന്നു? അപ്രോക്സിമേറ്റ്ലി 30 or less ഏതാ? സ്മോൾ ഹോസ്പിറ്റൽ. 30 to 100 ഏതാ? 30 to 100 അപ്പൊ ഏതാ? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. അങ്ങനെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Then is also very popular in India. Then they have more resource than small hospital and are better equipped to provide complex services. However, they are not so comprehensive as large hospital. ഇവ സ്മോൾ ഹോസ്പിറ്റലിനെയും കുറച്ചുകൂടി എന്താണ് ബെറ്റർ ആയിരിക്കും, ശരിയല്ലേ? സ്മോൾ ഹോസ്പിറ്റലിലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അല്ലെ? കുറച്ചുകൂടി നല്ല രീതിയിൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടാവും ഇല്ലേ? കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സേവനങ്ങൾ നൽകും ഇല്ലേ? പക്ഷെ എന്നാൽ പോലും ഒരു ലാർജ് ഹോസ്പിറ്റൽ നൽകുന്ന അത്രയും വലിയ രീതിയിലുള്ള സമഗ്രമായ സേവനങ്ങൾ നൽകാൻ പറ്റോ? ഇല്ല അല്ലെ? അപ്പൊ അത് രണ്ടിന്റെ ഇടയിലാണ് നിൽക്കുന്നത്, അത് മനസ്സിലായല്ലോ. Then they generally offer reasonable level of emergency and intensive care, and we have most of the clinical support services such as diagnostics and in-house services. ഇതാ നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്മോൾ ഹോസ്പിറ്റലിൽ പറഞ്ഞിരുന്നു, അവിടെ ഔട്ട്സോഴ്സിംഗ് വഴിയാണ് മിക്ക സർവീസുകളും ചെയ്യുന്നത് പറഞ്ഞില്ലേ. പക്ഷെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലില് കുറച്ച് ന്യായമായ നിലവാരത്തിലുള്ള എമർജൻസി സർവീസുകളും ഇന്റൻസീവ് കെയർ തീവ്രപരിചരണങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിക്ക ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസുകളും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇപ്പൊ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ഇൻഹൗസ് സർവീസ്, ഇൻഹൗസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാ ആ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് നൽകാൻ പറ്റുന്നില്ലേ? ഇപ്പൊ തന്നെയുള്ള മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനങ്ങളിൽ തന്നെ ലബോറട്ടറീസ് ഉണ്ടാവും, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, ഫാർമസി ഉണ്ടാവും ഇല്ലേ? അങ്ങനെയുള്ള ഹോസ്പിറ്റലില്ലേ? അതിനെയാണ് നമ്മുടെ ഇൻഹൗസ് സർവീസ് എന്ന് പറയുന്നത്. ഔട്ട്സോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക. ഇൻഹൗസ് സർവീസ് എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ആ സേവനങ്ങള് ലഭ്യമാക്കുക എന്നതാണ്. അപ്പൊ അത്തരത്തില് ഒരു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആകുമ്പോൾ ഈ പറയുന്ന മിക്ക ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസുകളും രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ലബോറട്ടറി ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അതെല്ലാം ഇൻഹൗസ് ആയിട്ട് ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ സേവനങ്ങൾ അവിടെ നിന്ന് തന്നെ ലഭ്യമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. Then non-clinical services such as food service, laundry, housekeeping, etc. are usually outsourced in a mid-sized hospital. പക്ഷേ ഒരു നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ടുള്ള ഫുഡ് സർവീസ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫുഡ് സർവീസുകള്, ക്യാൻറ്റീനുകൾ പോലെയുള്ള അതൊക്കെ ആ ഹോസ്പിറ്റലുകാർ ചിലപ്പോ ലീസിന് കൊടുത്തിരിക്കുന്നതാണ് അല്ലെ? പുറമേ നിന്നുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയല്ലേ ഇത് ചെയ്യുന്നേ അല്ലെ? പുറമേ നിന്നുള്ള ആളുകൾ അത് കോൺട്രാക്ട് എടുക്കുന്നു, അവരുടെ ഹെൽപ്പോട് കൂടി പുറമെ കൊടുത്തല്ലേ, പുറത്തെ ഏജൻസികളിൽ നിന്ന് വഴിയുടെ സഹായത്തോടു കൂടിയല്ലേ ചെയ്യുന്നേ ആണോ? അതുപോലെ തന്നെ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഇല്ല എങ്കിൽ നമുക്ക് പുറമെ അലക്കുശാലകളുണ്ട് അല്ലെ, ലോണ്ടറി സർവീസുകൾ ചെയ്യുന്ന ഏജൻസികളുണ്ട്, അവരുടെ സഹായത്തോടുകൂടി ചെയ്യും. അതുപോലെ തന്നെ ഒരു ഹൗസ് കീപ്പിംഗ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാനും നീറ്റായി നിലനിർത്താനും അത്തരത്തിലൊരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ അതിനൊരു ഔട്ട്സോഴ്സിംഗ് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കീപ്പ് ചെയ്യുക, ഇതൊക്കെ കുറച്ച് ചിലവേറിയ കാര്യം. ഒരു ഡിപ്പാർട്ട്മെന്റ് നിർമ്മിക്കുക, അവിടെ സ്റ്റാഫുകളെ വെക്കുക, അത് പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അല്ലെ? ഒരുപാട് എക്യുപ്മെന്റുകൾ വേണം, ഒരുപാട് സ്റ്റാഫുകൾ വേണം, അതുപോലെ അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും വേണം. അപ്പൊ ഒരു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെയും സ്പേസും ഒക്കെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചികിത്സാപരമല്ലാത്ത കാര്യങ്ങള് ഇവരെന്ത് ചെയ്യും? സപ്പോർട്ട് സർവീസുകൾ അവര് ഔട്ട്സോഴ്സ് ചെയ്യും. അല്ലാതെ ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസ്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രോഗനിർണയവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള സർവീസുകളൊക്കെ ഇൻഹൗസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യും.
മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് എന്താണ്? ടിപ്പിക്കലി എത്ര മുതൽ എത്ര വരെയാണ് പറഞ്ഞേ? 30 to 100 ബെഡ്സ് ആണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ വരുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ സ്മോൾ ഹോസ്പിറ്റലിനേക്കാൾ റിസോഴ്സുകൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടി എക്യുപ്ഡ് ആയിരിക്കും. നല്ല രീതിയിൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളും വെച്ച് സജ്ജീകരിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായ സേവനങ്ങളും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലാർജ് ഹോസ്പിറ്റലിൽ അത്രയും വലിയ രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള സേവനങ്ങളോ കാര്യങ്ങളോ നൽകുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എമർജൻസി സർവീസ് ആയിക്കോട്ടെ, ഇന്റൻസീവ് കെയർ, തീവ്ര പരിചരണമായിക്കോട്ടെ, അതെല്ലാം കുറച്ച് ന്യായമായ രീതിയിൽ അല്ലെങ്കിൽ നിലയിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം ഇൻഹൗസ് സർവീസുകളായിട്ട് തന്നെ നമുക്ക് ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസുകൾ, റേഡിയോളജി, ഫാർമസി, ലബോറട്ടറി മുതലായ സർവീസുകളെല്ലാം ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് സർവീസുകൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ടുള്ള ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് മുതലായവയൊക്കെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ ഔട്ട്സോഴ്സ് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? വാഗ്ദാനം ചെയ്യുന്നത്. ക്ലിയർ ആണോ? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റിലേക്ക് പോവാണേ. നെക്സ്റ്റ് വൺ ആണ് ലാർജ് ഹോസ്പിറ്റൽ. ലാർജ് ഹോസ്പിറ്റലും ഇതുപോലെ തന്നെ ബെഡ് റേഞ്ച് പഠിക്കുന്നുണ്ട് അല്ലെ? നോക്കിയേ, ഹോസ്പിറ്റൽ വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ലാർജ് ഹോസ്പിറ്റൽ. ലാർജ് ഹോസ്പിറ്റൽ എങ്ങനെയാ പറയാ? അപ്പൊ എത്രയാണ് അവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്? ബെഡ് റേഞ്ച് എത്രയാ? മോർ ദാൻ 100 ബെഡ്സ് കേട്ടോ. 100 ബെഡിൽ കൂടുതലാണെങ്കിൽ അത്തരം ഹോസ്പിറ്റലിനെ നമ്മൾ എന്തായിട്ട് അംഗീകരിക്കുന്നു? ലാർജ് ഹോസ്പിറ്റലായി റെക്കഗ്നൈസ് ചെയ്യുന്നു. ആൻഡ് ഓഫൺ, very often these hospital offer multiple speciality and super speciality services അല്ലെ? ഒരു ലാർജ് ഹോസ്പിറ്റൽ ആവുമ്പോൾ പറയണ്ടല്ലോ, അവിടെ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി, വിവിധ തരത്തിലുള്ള സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുന്നുണ്ട് അല്ലെ? സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ നൽകുന്നില്ലേ? ഒരു സ്മോൾ ഹോസ്പിറ്റലിനെയും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള അഡ്വാൻസ്ഡ് സർവീസുകൾ നൽകുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ? Large hospital have plentiful resources to handle large number of patients and complex health issues. എത്രത്തോളം നമ്പർ ഓഫ് പേഷ്യൻസ് വന്നാലും അവരെ കൈകാര്യം ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പോ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളെ പോലും കൈകാര്യം ചെയ്യാനായിട്ട് സജ്ജമാക്കിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങളും സജ്ജമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ലാർജ് ഹോസ്പിറ്റൽ. ശരിയല്ലേ? ആണോ? ഒരു ലാർജ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എത്ര പേഷ്യൻസ് വന്നാലും അവർ കൈകാര്യം ചെയ്യും അല്ലെ? അതിനുള്ള സ്റ്റാഫുകളും എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഫെസിലിറ്റിയും എല്ലാം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസുമായി പോയാലും അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? അതിനനുസരിച്ചുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും സ്റ്റാഫുകളും ഒക്കെ അവിടെ ഉണ്ട്, എക്യുപ്മെന്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് വന്നാലും, കോംപ്ലക്സ് ആയിട്ടുള്ള എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വന്നാലും ഇതിനെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. And they typically have completely developed ICU, operation theatre complex, emergency care units, and all other clinical support units such as laboratory and radiology. എന്തൊക്കെയാണ് ഇവിടെ? ഇതുപോലെ തന്നെ നമ്മുടെ മറ്റു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ പറഞ്ഞ പോലെ ഒന്നുമല്ല. ഒരു ലാർജ് ഹോസ്പിറ്റൽ ആകുമ്പോൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ICU ഫെസിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് അതിനനുസരിച്ച് നല്ല മികച്ചതായിരിക്കും. എമർജൻസി കെയർ കൊടുക്കുന്ന യൂണിറ്റുകൾ അതിനനുസരിച്ച് മികച്ചതായിരിക്കും. ക്ലിനിക്കൽ സപ്പോർട്ട് യൂണിറ്റുകൾ, ഇപ്പൊ ലബോറട്ടറി ആയിക്കോട്ടെ, റേഡിയോളജി ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഏരിയാസ് എല്ലാം നല്ല രീതിയിൽ മികച്ചതായിരിക്കും. ശരിയല്ലേ? അപ്പൊ അവിടെ ഒരു ഔട്ട്സോഴ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമായി വരുന്നില്ല. എല്ലാം ഇൻഹൗസ് ആയിട്ട് തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഒരു ലാർജ് ഹോസ്പിറ്റലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 100 ബെഡ്സ്. അപ്പൊ ആ പറയുന്ന പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? പിന്നെ നിങ്ങൾ വായിക്കുമ്പോൾ അപ്പൊ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറ്റും. മോർ ദാൻ 100 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ലാർജ് ഹോസ്പിറ്റൽ ആയിട്ട് പരിഗണിക്കുക.
ഇപ്പൊ ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ ഹോസ്പിറ്റലോ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലോ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് പേഷ്യൻസ് വന്നാലും ഏത് രീതിയിലുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളായി വന്നാലും അതിനെ കൈകാര്യം ചെയ്യാനുള്ള മതിയായിട്ടുള്ള വിഭവങ്ങളും ആ ഒരു ലാർജ് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ICU ഉണ്ട്, നല്ല എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സുകളുണ്ട്, അതുപോലെ തന്നെ നല്ല എമർജൻസി കെയർ യൂണിറ്റുകളുണ്ട്. അതോടൊപ്പം ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസുകളായിട്ടുള്ള ലബോറട്ടറി, റേഡിയോളജി മുതലായ സേവനങ്ങളും നല്ല അഡ്വാൻസ്ഡ് ലെവലിൽ തന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്യും. വായിച്ചു നോക്കിയേ. അപ്പൊ വേഗം ഈ ഒരു നമ്മുടെ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. അത് മൂന്നും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. അത് വേഗം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ഇല്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല? ഓക്കെ, മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ഇല്ല, ഈ ടെക്സ്റ്റ് കിട്ടുന്നത് വരെ ടെക്സ്റ്റ് എന്തായാലും നിർബന്ധമാണല്ലോ, കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അത് ഓർഡർ കൊടുത്തിട്ടുണ്ടോ? ഓർഡർ കൊടുത്തിട്ടുണ്ടോ? വരാത്തതിന് ഡിലേ ആവുന്നതല്ലേ, സമയം ആയിട്ടില്ല, വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു? അങ്ങനെയാണോ? ഓക്കെ, അപ്പോ നിങ്ങൾ ടെക്സ്റ്റ് ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നോട്ട്ബുക്കോ കാര്യങ്ങളോ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ നോട്ട്ബുക്സില് കൃത്യമായിട്ട് ഓരോ ടീച്ചേഴ്സ് ജസ്റ്റ് ആ ടെക്സ്റ്റ് കിട്ടുന്നത് വരെ മതിയാവും. അതായത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അത്രയും ദിവസം നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ വെക്കുക. ഒരു ലക്ഷം നോട്ട് പോലെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് ഫുള്ള് വേണമെന്നില്ല, ആരെയും കാണിക്കാനും അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഏത് ചാപ്റ്റർ ആണ്, ഏത് മിസ്, ഏത് ടീച്ചേഴ്സ് ഏതൊക്കെ ചാപ്റ്റർ ആണ് എടുത്തത്, അതിൽ ഏത് ഭാഗം വരെ എടുത്തു, അതിൽ എന്തൊക്കെ മെയിൻ പോയിന്റ്സ് കവർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. നിങ്ങൾക്ക് ഒരു ലെക്ചർ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് അല്ലാതെ വേറെ വായിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ടെക്സ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോട്ടും കൂടി എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ടെക്സ്റ്റ് കിട്ടുമ്പോൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഒരു ഫീലിംഗ് വരും കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കണം കേട്ടോ. അപ്പൊ അത് മിസ് അറിയില്ലായിരുന്നു, ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. എല്ലാവർക്കും കിട്ടിയിട്ടില്ല എന്നാണ്, എല്ലാവർക്കും കിട്ടിയിട്ടില്ല, കിട്ടിയവരുണ്ടോ? കുറച്ചു പേർക്ക് കിട്ടിയിട്ട് കുറച്ചു പേർക്ക് മാത്രം കിട്ടിയിട്ടില്ല. അത് ഓർഡർ കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുക കേട്ടോ. സുചിത്ര എന്താ ചോദിച്ചത്? പ്ലെന്റിഫുൾ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നുള്ള അർത്ഥം കേട്ടോ, ധാരാളം എന്നുള്ള അർത്ഥം. അപ്പൊ കിട്ടാത്തവരുണ്ട്, അല്ലെങ്കിൽ ഓർഡർ കൊടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ഓർഡർ ചെയ്തത് വാങ്ങാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു വിടണേ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. നല്ല മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾ കഴിഞ്ഞോ ഇല്ലയോ. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? ഭാഗം ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് സെക്കൻഡ്
1 ആണ്. ലെവൽ ഓഫ് കെയർ സൈസ് പറഞ്ഞു നമ്മള്. അടുത്തതാണ് ലെവൽ ഓഫ് കെയർ, പരിചരണത്തിന്റെ നില അല്ലെങ്കിൽ പരിചരണ നിലവാരം. അതിനനുസൃതമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്നാണ് പഠിക്കുന്നത്. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈയിങ് ഹോസ്പിറ്റൽ ഈസ് ലെവൽ ഓഫ് കെയർ. ആ പരിചരണത്തിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. വിച്ച് ആർ ബേസിക്കലി 3. മൂന്നായിട്ട് നമുക്ക് ഇവിടെ മൂന്നായിട്ട് തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു സൈസിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ എത്ര ആയിട്ട് ക്ലാസിഫൈ ചെയ്യണമെന്ന് ചോദിക്കാം. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നേ? നമ്പർ ആണ് ചോദിക്കുന്നത് അവിടെ. എത്രയായിട്ട് ക്ലാസിഫൈ? 3 അല്ലെ? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും. സ്മോൾ, മിഡ് സൈസ്ഡ്, അതുപോലെ ഏതാ ലാർജ്. അതുപോലെ തന്നെ ഇവിടെയും ചോദിക്കാം. ലെവൽ ഓഫ് കെയറിനെ അടിസ്ഥാനമാക്കി ഹോസ്പിറ്റൽസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കി. പ്രൈമറി കെയർ ഹോസ്പിറ്റൽ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. കേട്ടോ, അതില് ഓരോന്നായിട്ട് നമ്മൾ ഇനി പഠിക്കും. ഫസ്റ്റ് വൺ ആണ് പ്രൈമറി കെയർ. പ്രൈമറി കെയർ എന്ന് പറഞ്ഞാൽ ദ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് ബേസിക് മെഡിക്കൽ കെയർ സച്ച് ആസ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യപരിചരണം, അടിസ്ഥാനപരമായിട്ടുള്ള വൈദ്യപരിചരണം നൽകുന്ന സ്ഥാപനങ്ങൾ. അതായത് ഒരു ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ പോലെ ഔട്ട് പേഷ്യൻസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളില്ലേ? ഉണ്ടോ? ഇല്ലേ? നമ്മുടെ ചുറ്റുവട്ടവും ഇല്ലേ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങള്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ മാത്രം, അവിടെ താമസിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലാതെ ജസ്റ്റ് കൺസൾട്ടേഷൻ മാത്രം നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് അല്ലെ? വാക്സിനേഷൻസ്, അവര് വാക്സിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. മെഡിസിൻസ് ഫോർ സിമ്പിൾ എയിൽമെന്റ് ഫോർ സീസണബിൾ ഇൻഫെക്ഷൻ. എന്താ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള അസുഖങ്ങൾ. എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ അസുഖങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ലളിതമായിട്ടുള്ള അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ സീസണബിൾ ആയിട്ട് വരുന്ന അണുബാധകൾ, ഇപ്പൊ ഫീവർ കാര്യങ്ങളൊക്കെ വരില്ലേ, അല്ലെങ്കിൽ കോൾഡ്, കഫ്, അത്തരത്തില് സീസണബിൾ ആയിട്ട് വരുന്ന അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അണുബാധകളോ അല്ലെങ്കിൽ വളരെ ലളിതമായ അസുഖങ്ങൾക്കോ മരുന്നുകൾ കൊടുക്കുന്നു, വാക്സിനേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള കൺസൾട്ടേഷൻ നടത്തുന്ന അത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വൈദ്യപരിചരണം പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളെയാണ്. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി, അവിടെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡെലിവറി കാര്യങ്ങളൊന്നും അവർ സ്വീകരിക്കില്ല. നോർമൽ ഡെലിവറീസ് പോലെയുള്ള പ്രവർത്തനം, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വളരെ ബേസിക് ലെവലിലുള്ള വൈദ്യപരിചരണം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? ദ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries, etc. are called primary care hospital. And in government system, primary health center, ഒരു ഗവൺമെന്റ് സംവിധാനത്തില് നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് ഏതാ? PHC. പോവാറുണ്ടോ? പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോവാറുണ്ടോ? പോവാറുണ്ടോ? പോവാറുണ്ട്. നമുക്ക് സാധാരണയായിട്ട് നമുക്കൊരു പനിയോ ചുമയോ തുമ്മലോ ഒക്കെ വരുമ്പോ നമ്മൾ ആദ്യം പോകുന്നത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്കാണ് അല്ലെ? അതൊക്കെ സീസണബിൾ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു മുറിവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ പോകുന്നത് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലല്ലേ? നമ്മുടെ തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് ആ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെ? അപ്പൊ അത്തരത്തില് ഒരു ഗവൺമെന്റ് ചോദിക്കാറുള്ളതാണ്. ഗവൺമെന്റ് സംവിധാനത്തില് ഒരു പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ എക്സാമ്പിൾ ഏതാണ്? ഏതാ പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ എക്സാമ്പിള്? PHC കേട്ടോ. PHCയുടെ എക്സ്പാൻഡഡ് ഫോമും പഠിച്ചു വെക്കണേ, ചോദിക്കാറുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്റർ കേട്ടോ. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് ആർ ദ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് പ്രൈമറി കെയർ. And primary care hospital are simple organization with limited resources. അല്ലെ? ചെറിയ ഓർഗനൈസേഷൻസ് ആണ്, അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളായിരിക്കും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക. അപ്പൊ പ്രൈമറി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ബേസിക് ആയിട്ടുള്ള വൈദ്യപരിചരണം പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, ചെറിയ വളരെ ലളിതമായ അസുഖങ്ങൾക്കോ സീസണബിൾ ആയിട്ടുള്ള അല്ലെ സീസണബിൾ ആയിട്ടുള്ള അണുബാധകൾക്കോ അല്ലെങ്കിൽ നോർമൽ ഡെലിവറീസ് മുതലായവയ്ക്കൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വൈദ്യപരിചരണം നൽകുന്ന ഹോസ്പിറ്റലിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇൻ ഗവൺമെന്റ് സംവിധാനത്തില്
ഈ പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? PHC അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റർ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എപ്പോഴും വളരെ ലളിതമായിട്ടുള്ള സ്ഥാപനമായിരിക്കും. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ അല്ലെങ്കിൽ വിഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ക്ലിയർ ആണോ? പ്രൈമറി കെയർ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. PHC അത് ഗവൺമെന്റ് സംവിധാനത്തിൽ ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് നോട്ട് ചെയ്യണം കേട്ടോ. Then second one ആണ് സെക്കൻഡറി കെയർ. എന്തായിരിക്കും സെക്കൻഡറി കെയർ? എന്തായിരിക്കാം? These are hospitals that offer medical care which is one level higher than primary care. അല്ലെ? പ്രൈമറി കെയറിന് അത്രയും ആ ലെവൽ അല്ല, പക്ഷെ അതിൽ ഒരു ലെവലും കൂടി കൂടുതൽ, അല്ലെ? ഒരു തലവും കൂടി കൂടുതലുള്ള രീതിയിലുള്ള വൈദ്യപരിചരണമായിരിക്കും സെക്കൻഡറി കെയറിൽ നിന്ന് ഓഫർ ചെയ്യുന്നത്. Such hospital will offer treatments such as general surgery, പൊതുവായിട്ടുള്ള ശസ്ത്രക്രിയകൾ, നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ്, വളരെ സങ്കീർണതയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത സ്പെഷ്യാലിറ്റി സർജറീസ് ചെയ്യാറുണ്ട്. ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള തീവ്രപരിചരണവുമായി ബന്ധപ്പെട്ട ചികിത്സാ നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ സിസേറിയൻ ഡെലിവറി മുതലായവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ഗവൺമെന്റ് സംവിധാനത്തില് ഇവിടെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇതൊക്കെ പറയാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC പോയിട്ടുണ്ടോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകള്, ഡിവിഷൻ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പോയിട്ടുണ്ടോ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലേ? ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ആലോചിച്ചാൽ മതി കേട്ടോ. അത് വെച്ചൊന്ന് കണക്ട് ചെയ്താലും മതി. അതൊക്കെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നോക്കി, അവിടെ വലിയ രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ശസ്ത്രക്രിയകൾ ചെയ്യോ? അവര് ചെയ്യോ? ഇല്ല. അല്ലാത്ത സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള വലിയ പ്രോബ്ലംസ് ഇല്ലാതെ വരുന്ന ജനറൽ സർജറീസും കോംപ്ലക്സ് സർജറീസും ചെയ്യുന്നുണ്ട്. സിസേറിയൻ സെക്ഷൻസ് എടുക്കുന്നില്ലേ? സിസേറിയൻ ഡെലിവറി ഒക്കെ ചെയ്യുന്നില്ലേ? നോർമൽ ഡെലിവറി മാത്രമല്ലല്ലോ, ഇല്ലേ? ജനറൽ ഹോസ്പിറ്റലുകളിലൊക്കെ, നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ ഡെലിവറി ചെയ്തിട്ടുള്ളത് നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടോ? നമ്മളിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ പോലും നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടോ? ഉണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും ഒരിക്കലും മാറിപ്പോകുന്ന ആവശ്യമില്ല. അപ്പൊ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകള്, ഡിവിഷണൽ ഹോസ്പിറ്റല് മുതലായവയൊക്കെയാണ് സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റലിന് ഗവൺമെന്റ് സംവിധാനത്തിൽ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ ബെറ്റർ റിസോഴ്സ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽ, അല്ലെ? ഒരു പ്രൈമറി കെയർ ഹോസ്പിറ്റൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് റിസോഴ്സുകളുള്ള വിഭവങ്ങളുള്ള ഒരു ഹോസ്പിറ്റലാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അറിയാമല്ലോ. ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്, അല്ലെ? എമർജൻസി കേസുകൾ, കുറച്ച് ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസ് ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ലേ? The most of small and mid-sized private hospital described in earlier section generally offer secondary care. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ പഠിച്ചല്ലോ, സൈസിന്റെ ഇതില്. അതില് മിക്ക സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലും ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാ? സെക്കൻഡറി കെയർ പരിചരണങ്ങൾ കൊടുക്കുന്നതിൽ ഉൾപ്പെടുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ അവിടെ മെഡിക്കൽ കെയർ എങ്ങനെയുള്ളതാ? ഒരു പ്രൈമറി കെയറിനേക്കാൾ ഒരു ലെവല് മുകളിലുള്ള മെഡിക്കൽ കെയർ ആയിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ജനറൽ സർജറി, അധികം സങ്കീർണതയില്ലാത്ത സ്പെഷ്യാലിറ്റി സർജറീസ്, വളരെ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ ട്രീറ്റ്മെന്റുകള്, അതുപോലെ തന്നെ സിസേറിയൻ ഡെലിവറി മുതലായവയ്ക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സംവിധാനത്തിൽ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ CHC, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ മുതലായവ നമുക്ക് ഇതിന് എക്സാമ്പിൾ പറയാവുന്നതാണ്. ഇനി ഒരു സെക്കൻഡറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പ്രൈമറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സർവീസുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. കുറച്ച് ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസുകളും ഇവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ച സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലും, മിക്ക സ്മോൾ ഹോസ്പിറ്റലും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലും ഈ സെക്കൻഡറി ലെവൽ ഓഫ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്താണെന്നുള്ളത് മനസ്സിലായോ? തേർഡ് വൺ ആണ് ടെർഷ്യറി കെയർ. ടെർഷ്യറി കെയർ എന്തായിരിക്കും? അപ്പോ നോക്കിയേ, ദീസ് ആർ ഹോസ്പിറ്റൽ വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ, നല്ല ഉയർന്ന നൂതനപരമായിട്ടുള്ള അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ്
ടെർഷറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Generally, they offer super specialty care which is required in the field of ഒരു കാർഡിയോളജി ഏരിയയില്, ന്യൂറോ എന്നാണ് അവിടെ, ന്യൂറോളജി ഏരിയയില് നമ്മുടെ നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട, നമ്മുടെ വെയിൻസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള, അതുപോലെ തന്നെ നെഫ്രോ, എന്താണ് നെഫ്രോ, നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട, ക്യാൻസറുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല മേഖലയുമായി ബന്ധപ്പെട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി കെയറുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ടെർഷറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കാരണം അത്രയും മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവലിലുള്ള, നൂതനമായിട്ടുള്ള നിലവാരത്തിലുള്ള പരിചരണമാണ് ഈ ടെർഷറി കെയർ ഹോസ്പിറ്റലുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ടെർഷറി കെയർ ഹോസ്പിറ്റൽ വിൽ ഹാവ് മോസ്റ്റ് അഡ്വാൻസ്ഡ്, നല്ല പരിചരണം കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വേണം? നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകൾ വേണം, ഉപകരണങ്ങൾ വേണം, വേണ്ടേ? അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വേണം അല്ലേ? ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ്. ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ യോഗ്യതകളായിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതിനനുസരിച്ച് മികച്ചതാവുമ്പോഴല്ലേ നമുക്ക് നല്ല അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതിനനുസൃതമായ ഡോക്ടേഴ്സിനെയും എക്യുപ്മെന്റിനെയും ഒക്കെ സജ്ജമാക്കിയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ടെർഷറി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Then the operation theatre in ICU of such hospital will typically be state of art government system. State of art വരെയും നമ്മളുണ്ട്. അപ്പൊ ഇത്തരത്തില് നല്ല ടെർഷറി കെയർ കൊടുക്കുന്ന, അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവരുടെ ഓപ്പറേഷൻ തിയേറ്ററും ICU ഒക്കെയും ഇതേ രീതിയിലുള്ള ആ ഒരു പരിചരണം, അത്യാധുനികമായിട്ടുള്ള ആ ഒരു രീതി എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ ഗവൺമെന്റ് സിസ്റ്റത്തില് ഇതിനുള്ള ഒരു എക്സാമ്പിൾ ഏതായിരിക്കും? നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വരെ പറഞ്ഞു. അതിന് മുകളിലുള്ള ഹോസ്പിറ്റൽ ഏതാ? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ എവിടേക്കാ റെഫർ ചെയ്യാറ്? എവിടെയാ റെഫർ ചെയ്യാം? മെഡിക്കൽ കോളേജ് അല്ലേ? നിങ്ങൾ അങ്ങനെ ആ ഒരു കണക്ഷൻ വെച്ച് പഠിച്ചു നോക്കിയേ. ആദ്യം പ്രൈമറി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ PHC വരും. അടുത്തതില് CH കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും വരുന്നുണ്ട്. തേർഡ് ലെവൽ എന്ന് പറയുന്നത് നല്ല അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുത്തത്. അപ്പൊ അത് കൊടുക്കാൻ പറ്റുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് എവിടെയാ? മെഡിക്കൽ കോളേജുകളാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് ആണ് ടെർഷറി കെയർ ലെവൽ ഓഫ് ഹോസ്പിറ്റലിന്റെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത്. മനസ്സിലായോ? ടെർഷറി കെയർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ടെർഷറി കെയർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് അവർ കൊടുക്കുക. അതുപോലെ തന്നെ കാർഡിയോളജി ഏരിയയില്, ന്യൂറോളജി, നെഫ്രോളജി, ക്യാൻസർ മുതലായ മിക്ക മേഖലയിലെയും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ അല്ലെങ്കിൽ പരിചരണം ഇവിടെ നിന്ന് നൽകാൻ പറ്റും. നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെ ഇവിടെ സജ്ജമായിരിക്കും. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ, ICU ആയിക്കോട്ടെ, ഇതേ സംബന്ധമായിട്ട് തന്നെ അത്യാധുനികമായ രീതിയിൽ തന്നെയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഇതിന് ഗവൺമെന്റ് സംവിധാനത്തിൽ ഒരു ടെർഷറി കെയർ ലെവൽ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആണ് നമുക്ക് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പറയാവുന്നതാണ്. അപ്പോ ലെവൽ ഓഫ് കെയറിനെ അടിസ്ഥാനമാക്കി 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. ഏതൊക്കെയായിരുന്നു അത്? ഏതൊക്കെയായിരുന്നു? മറന്നുപോയോ? ഏതൊക്കെയാ? എന്താണ് മിണ്ടുന്നില്ലല്ലോ? ഏതൊക്കെയാണ് ലെവൽ ഓഫ് കെയറിനെ അടിസ്ഥാനമാക്കി ഏതൊക്കെയാ ക്ലാസിഫൈ ചെയ്തേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അല്ലെ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അതില് പ്രൈമറി കെയറിന് ഗവൺമെന്റ് സിസ്റ്റത്തില് എക്സാമ്പിൾ പറയാവുന്നത് ഏതാണ്? PHC അല്ലെ? പ്രൈമറി ഹെൽത്ത് സെന്റർ പറയാം. ഇനി സെക്കൻഡറി കെയറിന് എക്സാമ്പിൾ ഏത് പറയാം? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്, CHC പോലെയുള്ളവ പറയാം. ടെർഷറി കെയറിന് എക്സാമ്പിൾ ഏത് പറയാം? മെഡിക്കൽ കോളേജ് പറയാം. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ലെവൽ ഓഫ് കെയർ വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യമേത്തെ ഭാഗങ്ങളുടെ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് മിസ് ഇത്രയും ടൈം വായിക്കാൻ തരുന്നത്. സൈസ് പറഞ്ഞു, സ്മോൾ ഹോസ്പിറ്റൽ, സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റലിനെയും പറഞ്ഞു. അതുപോലെ ലെവൽ ഓഫ് കെയറിനെ അടിസ്ഥാനമാക്കി പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ പറ, അല്ലെ? ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.